CSS Malayalam ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് CSS എന്ന് പറയുന്നത്. CSS നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെബ് പേജ് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ഇത് ഉപയോഗിച്ച് നമുക്കൊരു വെബ് പേജിനുള്ളിലെ എലമെൻസിൻ്റെ കളേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ്, പൊസിഷനിങ്, ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ ഒരുവിധം എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇത് നമ്മൾ HTML കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ HTML കൂടെ നമ്മൾ CSS ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് CSS പഠിക്കുന്നതിന് നമുക്ക് HTML നിർബന്ധമായും അറിഞ്ഞിരിക്കണം. HTML കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ HTML അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ HTML കുറിച്ചുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ ഉണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ട്യൂട്ടോറിയൽ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ CSS ട്യൂട്ടോറിയൽ കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. സോ നിങ്ങൾ HTML അറിയാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ CSS ട്യൂട്ടോറിയൽ കാണുക. സോ നമുക്ക് CSS ഉപയോഗിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റൈലിഷ് വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് CSS നമ്മുടെ HTML ൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് 3 തരത്തിൽ CSS നമ്മുടെ വെബ് പേജിൽ ഉപയോഗിക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻലൈൻ മെത്തേഡാണ്, രണ്ടാമത്തത് ഇൻറ്റേർണൽ, മൂന്നാമത്തത് എക്സ്റ്റേണൽ. സോ നമുക്ക് ആദ്യമായി ഇൻലൈൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോ ഇൻലൈൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മുടെ ഏത് HTML എലമെൻറ്റിനാണോ നമ്മൾ CSS അപ്ലൈ ചെയ്യുന്നത് ആ ഒരു HTML എലമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നു. സോ നമുക്ക് ആദ്യമായി ഈ ഇൻലൈൻ CSS എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ HTML ഫയൽ ഓപ്പൺ ചെയ്യുന്നു. സോ എനിക്കിവിടെ ആദ്യമായി നമുക്ക് ലേൺ HTML എന്ന് പറയുന്നൊരു ഹെഡിങ് ഉണ്ട്. സോ ഇതിന് എനിക്ക് റെഡ് കളർ കൊടുക്കണം, ഇതിൻ്റെ ഫോണ്ട് കളർ റെഡ് കളർ കൊടുക്കണമെന്ന് നോക്കുക. സോ ഞാനിവിടെ H1 എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നു. H1 എന്ന് പറയുന്ന ഈ ടാഗ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് വന്നതിന് ശേഷം സ്പേസ് കൊടുത്ത ശേഷം ഞാനൊരു സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുന്നു. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്ത ശേഷം ഈക്വൽ ടു അതിനുള്ളിൽ ഒരു ഡബിൾ കോട്ട് കാണാൻ കഴിയും. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ ഞാനിവിടെ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു സെമി കോളൻ ഇതുപോലെ കൊടുത്ത ശേഷം അതിനുശേഷം നമ്മൾ നമ്മുടെ കളർ കൊടുക്കുന്നു. സോ ഞാനിവിടെ റെഡാണ് കൊടുക്കുന്നത്. സോ റെഡ് കൊടുക്കുന്നു. ശേഷം ഒരു സെമി കോളൻ, ഇത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ID ആഡ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. സോ നമ്മളിത് കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലേൺ HTML എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിന് റെഡ് കളർ ലഭിക്കുന്നു. സോ ഇനി അതുപോലെ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് എന്നതിനൊരു ബ്ലൂ കളർ കൊടുക്കാം. സോ ഞാനിവിടെ H1 രണ്ടാമത്തെ H1 എലമെൻറ്റിൽ വരുന്നു. അതിനുശേഷം സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതിൽ ഞാൻ ബ്ലൂ കളർ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എനിക്ക് ലേൺ വെബ് ഡെവലപ്മെൻറ്റ് എന്നത് ബ്ലൂ കളറിൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ ഒരു HTML എലമെൻറ്റിനുള്ളിൽ നമ്മളൊരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുത്ത് നമുക്ക് CSS പ്രോപ്പർട്ടീസ് നമ്മൾ CSS അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇൻലൈൻ CSS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻറ്റേർണൽ CSS ആണ്. ഇൻറ്റേർണൽ CSSൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ ഹെഡ് ടാഗിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ CSS പ്രോപ്പർട്ടീസ് എല്ലാം കൊടുക്കുന്നത്. സോ നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഇൻലൈൻ CSS നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ വെബ് പേജ് ലഭിക്കുന്നു. ഒരു ഫോർമാറ്റിംഗ് ഒന്നും ഇല്ലാത്ത നമുക്ക് നമ്മുടെ വെബ് പേജ് ലഭിക്കുന്നു. സോ നമുക്ക് ഇനി ഈ ഇൻറ്റേർണൽ CSS ആണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റൈൽ എലമെൻറ്റ് കൊടുക്കുന്നു ഹെഡ് ടാഗിനുള്ളിൽ. സോ നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ഈ ടാഗിനുള്ളിൽ വരിക, നമ്മുടെ HTML ടാഗിനുള്ളിൽ വരിക. അതിനുശേഷം ഞാൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റൈൽ ഓപ്പണിംഗ്, സ്റ്റൈൽ ക്ലോസിംഗ്. സോ ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ CSS കോഡ് എഴുതുന്നത്. സോ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് നമ്മുടെ ഹെഡിങ്ങിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്. സോ നമുക്ക് ആദ്യമായി ഈ ഒരു എലമെൻറ്റ് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്, H1 എലമെൻറ്റ്. അതിനുശേഷം ഞാനൊരു P എലമെൻറ്റ് കൂടി കൊടുക്കുന്നു. P എലമെൻറ്റിനുള്ളിൽ നമ്മൾ കുറച്ച് കണ്ടൻറ്റ് കോപ്പി ചെയ്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഒരു ചെറിയ പാരഗ്രാഫ്. ടോഗിൾ വേർഡ് റാപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ എല്ലാ വേർഡ് റാപ്പായി ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജ് നമുക്കിവിടെ ലഭിക്കുന്നു. ഇതിലാദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് H1ൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ H1 എന്ന് ഇവിടെ കൊടുത്തതിന് ശേഷം ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ H1ൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഞാനിവിടെ കളർ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ റെഡ് എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇൻലൈനിൽ കൊടുത്തിരുന്നത് നമ്മളൊരു ഡബിൾ കോട്ടിനുള്ളിലാണ്. ഇവിടെ നമ്മളങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ എലമെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ കളർ ഏതാണ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി കൊടുത്ത ശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ റെഡ് കൊടുക്കുന്നു.
ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ H1 എന്ന് പറയുന്ന എലമെൻറ്റ്സ് എല്ലാം നമുക്ക് റെഡ് കളറിൽ ലഭിച്ചു. ഇനി അതുപോലെ നമുക്ക് ഒരു പാരഗ്രാഫ് എലമെൻറ്റ് P എലമെൻ്റ് ഉണ്ട്. സോ P എലമെൻറ്റിൻ്റെ കളർ ഞാൻ ബ്ലൂ ആക്കുന്നു. സോ ഞാനിവിടെ P എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഞാൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പാരഗ്രാഫിൻ്റെ കളർ ബ്ലൂ കളറായി നമുക്ക് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമ്മൾ ഹെഡ് എന്ന് പറയുന്ന എലമെൻറ്റിനുള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന പുതിയൊരു എലമെൻറ്റ് അതിനുള്ളിൽ നമ്മൾ CSS പ്രോപ്പർട്ടി കൊടുക്കുന്ന ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇൻറ്റേർണൽ CSS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമ്മുടെ HTML ഫയലിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക എലമെൻറ്റിനുള്ളിലായിരിക്കും നമ്മുടെ CSS പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനായാണ് നമ്മൾ ഇൻറ്റേർണൽ CSS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റേണൽ CSS ആണ്. സോ നമ്മൾ ഇൻലൈനും ഇൻറ്റേർണലും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ആദ്യമായി ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ഫയലിനെ നമ്മുടെ HTML ഫയലുമായി ലിങ്ക് ചെയ്യുന്നത് നമ്മൾ ലിങ്ക് എന്ന് പറയുന്ന ഈ എലമെൻറ്റ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്നു. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CSS ഫയൽ ഉപയോഗിച്ച് നമ്മുടെ HTML അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റൈൽസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി എക്സ്പ്ലോററിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനതിന് styles.css എന്ന് കൊടുക്കുന്നു. .css എന്ന് പറയുന്നത് CSSൻ്റെ എക്സ്റ്റൻഷനാണ്. സോ നമ്മൾ ഇവിടെ styles.css എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമ്മളിവിടെ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. ശേഷം നമ്മളിവിടെ HTML വരുന്നു. സോ നമുക്ക് ആദ്യമായി ഈ ഒരു CSS ഫയലിനെ നമ്മുടെ HTMLുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ടാഗിനുള്ളിൽ വന്നതിന് ശേഷം ലിങ്ക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൊടുക്കുന്നു. ഈ ലിങ്ക് എലമെൻറ്റിന് ക്ലോസിങ് എലമെൻറ്റ് ഉണ്ടായിരിക്കില്ല. ശേഷം നമ്മൾ അതിനുള്ളിൽ വന്നതിന് ശേഷം സ്പേസ് കൊടുത്ത ശേഷം RELE എന്ന് പറയുന്ന ഒരു കീവേഡ്, RELE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻ എന്നാണ്. സോ നമ്മൾ RELE എന്ന കീവേഡിനുള്ളിൽ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ഒന്ന് കൊടുക്കുന്നു. അതിനുശേഷം സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ href എന്ന് കൊടുക്കുന്നു. href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ href നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. നമ്മളൊരു ഫയലുമായി ലിങ്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു വെബ് പേജുമായി ലിങ്ക് ചെയ്യുന്നതിനെല്ലാം നമ്മൾ href ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഫയൽ നെയിം കൊടുക്കുന്നു styles.css. ഈ കൊടുത്ത ഫയൽ നെയിം ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത styles.css എന്ന് പറയുന്ന ഫയൽ നെയിം ഇവിടെ കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ HTML ഫയലിനെ നമ്മുടെ styles.css എന്ന് പറയുന്ന CSS ഫയലുമായി ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ CSS ഫയലിൽ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ HTML ഈ ഒരു പേജിന് ബാധകമായിരിക്കും. സോ നമ്മൾ ആദ്യമായി ഈ styles.css വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് ആദ്യമായി വെബ് പേജിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് ബോഡി എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്താൽ മതി. സോ നമ്മൾ ആദ്യമായി ഏത് എലമെൻ്റ് ആണോ സോ ബോഡി എലമെൻറ്റ്, അതിനുശേഷം അതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ അതിനുള്ളിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ഞാൻ ഒരു ബ്രൗൺ സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ് പേജിന് ഒരു ബ്രൗൺ കളർ ലഭിച്ചു, ബാക്ക്ഗ്രൗണ്ട് ബ്രൗൺ കളർ ലഭിച്ചു. സോ അതുപോലെ ഞാൻ ഇനി H1 എലമെൻറ്റ് ആക്സസ് ചെയ്യുന്നു. H1 അതുപോലെ കർലി ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിനുള്ളിൽ ഞാൻ കളർ ഒരു വൈറ്റ് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HTML ഫയലിലെ H1 എലമെൻറ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് ലഭിക്കുന്നു. അതിനുശേഷം നമുക്ക് പാരഗ്രാഫിനും ഒരു പ്രത്യേക കളർ കൊടുക്കാം. സോ ഞാനിവിടെ P എന്ന് കൊടുക്കുന്നു. P കൊടുത്ത ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കളർ നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്ത ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പാരഗ്രാഫിൻ്റെ കളർ യെല്ലോ ലഭിക്കുന്നു. ഇനി നമുക്ക് പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി മാറ്റണമെങ്കിൽ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വയലറ്റ് കൊടുക്കാം. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ വയലറ്റിന് പകരമായി നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നമ്മൾ ഇപ്പോൾ എക്സ്റ്റേണൽ CSS ഉപയോഗിച്ച് നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു. അതുപോലെ H1ൻ്റെ കളർ ചേഞ്ച് ചെയ്തു, ഹെഡിങ്ങിൻ്റെ കളർ ചേഞ്ച് ചെയ്തു, അതുപോലെ പാരഗ്രാഫ് കളർ ചേഞ്ച് ചെയ്തു, പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തു. ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ്റ്റേണൽ CSS ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊരു CSS എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ലിങ്ക് എലമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ HTML ഫയലുമായി അതിനെ ബന്ധിപ്പിക്കുന്നു. ശേഷം നമ്മൾ CSS ഉപയോഗിച്ച് നമ്മുടെ പേജ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.